അതായത് പെയിന്റ് പോയിട്ട് സങ്കല്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഇതുപോലെ നമ്മൾ ഈ ഒരു ബ്രഷ് ഉപയോഗിച്ച് ഈ അരിമ്പാറയിൽ അടിക്കുക എന്നുള്ളതായിരിക്കാം ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ബ്രീഫായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഇവരുടെ ഒരു പേപ്പറിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഇൻസ്ട്രക്ഷനോ കാര്യങ്ങളൊക്കെയാണ് ഇവരിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതിൽ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇവർ പറഞ്ഞിട്ട് ബോട്ടിൽ ഷെയ്ക്ക് ചെയ്യണം, നല്ല രീതിയിൽ ഷെയ്ക്ക് ചെയ്യണം എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ശരിക്കും ഷെയ്ക്ക് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മളിതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല, നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. പിന്നെ കെയർഫുള്ളായിട്ട് ഇത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഇതാണ് ഇതിൻ്റെ അകത്തുള്ള മെഡിസിൻ എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഒരു സ്പൂണിലേക്ക് ഇത് നമുക്ക് ഒഴിക്കാൻ വേണമെങ്കിൽ ഇതാണ് ഞാൻ പറഞ്ഞ ഈ മെഡിസിന്. ഞാൻ ഇതിലേക്ക് സ്പൂണിലേക്ക് മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് ചൂടെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏകദേശം ബ്രൗൺ കളറോട് കൂടിയിട്ടുള്ള ഒരു മെഡിസിനാണിത്. ഇത് അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സാധാരണ നമ്മുടെ അരിമ്പാറ ഉള്ള പോർഷൻസ് ശരിക്ക് കഴുകി വൃത്തിയാക്കിയിരിക്കണം ആദ്യം തന്നെ. അതിനുശേഷം വേണം നമ്മളിത് അപ്ലൈ ചെയ്യാൻ. അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ ഒരുപാടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അത് ജസ്റ്റ് ഇതുപോലെ ഈ ഒരു ബ്രഷ് ഉപയോഗിച്ച് തന്നെ, നമുക്ക് കൈ കൊണ്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ബ്രഷ് ഇതുപോലെ ഒന്ന് മുക്കിയ ശേഷം നമ്മുടെ അരിമ്പാറയുടെ മുകളിലായിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്യുക. ഓക്കെ, ഒരുപാട് മെഡിസിൻ എടുക്കേണ്ട ആവശ്യമില്ല. മെഡിസിൻ്റെ കണ്ടൻറ്റിൻ്റെ അകത്ത് ആൽക്കഹോളിൻ്റെ അംശമുണ്ട്, അതായത് സ്പിരിറ്റിൻ്റെ അംശമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന 1-2 മിനിറ്റ് കൊണ്ട് തന്നെ ഈ അരിമ്പാറ പെട്ടെന്ന് തന്നെ ഈ ഒരു മെഡിസിൻ അബ്സോർബ് ചെയ്യും. സോ നമുക്ക് ഒരുപാട് എടുത്ത് വെക്കേണ്ട ആവശ്യമേ ഇല്ല. അതോടൊപ്പം തന്നെ ഇത് കഴുകി കളയേണ്ട കാര്യവുമില്ല. പിന്നെ ഇത് സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല, അരിമ്പാറയിൽ മാത്രമേ അപ്ലൈ ചെയ്യാവുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കാണിക്കാത്തത്, കാരണം എൻ്റെ ബോഡിയിൽ അരിമ്പാറയില്ല. ഓക്കെ, അപ്പം ഇതുപോലെ ചെയ്താൽ മാത്രം മതി. ഒരാഴ്ചയിൽ 1 മാത്രമായിട്ട് നിങ്ങൾ ചെയ്യുക. ഒരു തവണ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഏകദേശം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമ്മുടെ അരിമ്പാറ ഇത് തേച്ച് കഴിഞ്ഞ ശേഷം ഉണങ്ങിപ്പൊക്കോളും, സാവധാനം രീതിയിൽ ഉണങ്ങിപ്പൊക്കോളും. ഇനി ഇത് എത്ര തവണ ഉപയോഗിക്കണം എന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടില്ല. എനിക്ക് തോന്നുന്നു നമുക്ക് വേണമെങ്കിൽ ഒരാഴ്ചയിൽ 1-2 തവണ വേണമെങ്കിൽ നമുക്ക് ഇത് ഇതുപോലെ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇത് മേടിക്കണമെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഏത് മെഡിക്കൽ ഷോപ്പിലും നമുക്കിത് ലഭ്യമാണ്. ഇത് ഉപയോഗിക്കുന്നത് വളരെ കെയർഫുള്ളായിട്ട് ഉപയോഗിക്കണം എന്ന് മാത്രം. കണ്ടല്ലോ, ഈ പൊഡോവാട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു മെഡിസിനെ ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. നമുക്ക് എല്ലാ മെഡിക്കൽ ഷോപ്പിലും, കേരളത്തിലെ എല്ലാ മെഡിക്കൽ ഷോപ്പിലും ഇത് അവൈലബിൾ ആണ്. ഇത് ഉപയോഗിക്കുമ്പോൾ 1-2 കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുക. ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ ഈ ഒരു അരിമ്പാറയുടെ മുകളിൽ മാത്രമായിട്ട് ഒന്ന് ശരിക്കും ഒന്ന് പെയിൻറ്റ് ചെയ്ത് പിടിപ്പിക്കുക. ഒരു കാരണവശാലും സ്കിന്നിലോട്ടൊന്നും ഒഴുകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, കണ്ണിൻ്റെ വശങ്ങളിലൊന്നും ഇത് ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല. കാരണം വെച്ചാൽ ഇതിൻ്റെ അത് സ്പിരിറ്റ് കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. കണ്ണിലേക്ക് വീണ് കഴിഞ്ഞാൽ അത് മാരകമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾ ഒരു കാരണവശാലും ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യമാണ്.